2016 മുതൽ 2 തവണ കേരളത്തിൽ അധികാരത്തിലിരുന്ന LDF മന്ത്രിസഭകളിൽ ഇടുക്കി ഹൈറേഞ്ചിൽ നിന്നും മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം കേരളം തിരിച്ചുപിടിച്ച് അധികാരത്തിലെത്തിയ UDF മന്ത്രിസഭയിൽ ഇത്തവണ ഇടുക്കിയിൽ നിന്നും മന്ത്രിയില്ല. ആകെ ലഭിച്ചത് അബു ജോൺ ജോസഫിന്റെ ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് സ്ഥാനം മാത്രം. കേരളത്തെ തന്നെ ഞെട്ടിച്ച 102 സീറ്റ് നേടി അധികാരത്തിലെത്തിയ UDF മന്ത്രിസഭയിൽ പട്ടയ ഭൂപ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ വിഷയങ്ങളും വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളും അടക്കം പരിഹരിക്കുന്നതിന് ഹൈറേഞ്ചിൽ നിന്നൊരു മന്ത്രി വേണമെന്ന മലയോരത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും അബു ജോൺ ജോസഫ് മന്ത്രിസഭയിൽ എത്തുമെന്നതായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും മങ്ങി. അബുവിന് ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് സ്ഥാനം മാത്രം. വികസനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പതിറ്റാണ്ടുകളായി ഇടുക്കിയിലെ കുടിയേറ്റ ജനത അനുഭവിക്കുന്ന നിരവധി വിഷയങ്ങളിൽ ഇടപെടാൻ മലയോരത്ത് നിന്ന് മന്ത്രി ഉണ്ടാവണമെന്നതായിരുന്നു ആവശ്യം. ഇതാ UDF മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും പരസ്യമായി ആവശ്യപ്പെട്ട രംഗത്തെത്തിയിരുന്നു. മാത്രവുമല്ല, വ്യാപാരി വ്യവസായികൾ അടക്കമുള്ളവരും ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇത്തവണ മിന്നും വിജയം നൽകിയ ജില്ലയിലെ 5 സീറ്റുകളും UDF കോട്ടയായി മാറിയപ്പോൾ ഇടുക്കിയെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധ സ്വരങ്ങളും ഉയരുന്നുണ്ട്. അതേസമയം ഇടുക്കിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഉറപ്പു നൽകിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന്റെ വാക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ച കാത്തിരിക്കുകയാണ് ഇടുക്കി. സിറ്റി വിഷൻ, രാജാക്കാട്.